ബന്ധപ്പെട്ട ഈ സ്വകാര്യ അതായത് വിദേശ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ചെന്ന് ഡോക്ടർമാരെ വിളിച്ച് നിങ്ങളൊരു ദിവസം എത്ര ഓപ്പറേഷൻ നടത്തുന്നുണ്ട്, ഇത്ര ഓപ്പറേഷൻ ഒരു ദിവസം നടത്തിയിരിക്കണം എന്നൊക്കെയുള്ള കർശന നിർദ്ദേശങ്ങൾ ഇപ്പോൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആശുപത്രികളെ പരമാവധി ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമം ഈ വൻകിട സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അല്ല, അവിടെ ഡോക്ടർമാർ കുറവുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് ഇന്ന് അവിടെ ചെന്ന് ആവശ്യത്തിനുള്ള ഡോക്ടർമാരെ ഈ മാസം തന്നെ പ്രൊവൈഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്ത് പിരിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ചികിത്സ നിഷേധിച്ചു എന്നുള്ള രീതിയിലാണ് പ്രചരണം നടത്തിയത്. നേരെ മറിച്ച് അങ്ങനെ ഒരു തെറ്റുണ്ട് എന്ന് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സംവിധാനം ഉണ്ടാക്കി കൊടുക്കും. നഴ്സുമാർ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, ചികിത്സാ പിഴവല്ല. ആ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കുറേ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായൊരു സംഭവത്തിനെയാണ് ചികിത്സ പിഴവായിട്ട് ചിത്രീകരിച്ച്. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. പക്ഷേ ഡോക്ടർമാരെ കുറവ് പല ഹോസ്പിറ്റലും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ആ കുറവ് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാരെ കുറച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. PSC ആവശ്യപ്പെട്ട അത്രയും പോസ്റ്റ് അനുസരിച്ച് തന്നെ ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ എല്ലാ പോസ്റ്റിങ്ങും നടത്താനുള്ള നിർദ്ദേശം DHSന് കൊടുത്തിട്ടുണ്ട്. അവർ കാര്യമായി തന്നെ അക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, 30-ാം തീയതി വരെ ഈ PGക്ക് എക്സാമിനേഷൻ 30-ാം തീയതി ആയതുകൊണ്ട് പല ഡോക്ടർമാരും അവർ ലീവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ എങ്കിലും അത് ആശുപത്രികളെ ബാധിക്കാതെ രീതിയിൽ പരമാവധി നോക്കുന്നുണ്ട്. അതൊന്നും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് പെരിയാരം മെഡിക്കൽ കോളേജ് ഞങ്ങളാരും ഇടപെട്ടതല്ല. അവരെന്താ അതിൻ്റെ അകത്ത് തന്നെ ചില ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. ചില ആൾക്കാരെ അങ്ങോട്ട് ഞാൻ ഇതിന് ശേഷം അറിയുന്നത്. ഇപ്പോൾ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ച് ഇത് കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണം ഉണ്ടായി. അത് ഗവൺമെൻറ് ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. അവിടെ നിന്ന് ആരെയും പുറത്തേക്ക് മാറ്റിയിട്ടില്ല. അതിൻ്റെ അകത്ത് തന്നെയുള്ള ചില മാറ്റങ്ങളുടെ പേരിൽ ചില തർക്കങ്ങളുണ്ടായെന്ന് പറയുന്നു. പക്ഷേ ഇത് കുഴഞ്ഞു വീണ് മരിച്ചത് ഇത് കാരണമെന്നൊന്നും ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആർക്കും ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. ഒരു മെഡിക്കൽ കോളേജിൻ്റെ അകത്തുള്ള മാറ്റമാണ്. അത് മെഡിക്കൽ കോളേജിൻ്റെ പുറത്തേക്ക് പോകുന്നില്ല. പെരിയാരം മെഡിക്കൽ കോളേജിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 10 പേര് ജോലി ചെയ്യേണ്ട സ്ഥാനത്ത് 100 പേരെയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും 31-ാം തീയതി അവിടെ ചെല്ലുന്നുണ്ട്. എന്താണ് സ്ഥിതി നോക്കണം. അവിടെ ഇപ്പോൾ ഒരു കഴിഞ്ഞാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞാണ് കുത്തഴിഞ്ഞ പോക്കാണ്. ഇപ്പോൾ അതിൽ നിന്ന് നേരെയാക്കാൻ നോക്കുകയാണ്. ഞാൻ 31-ാം തീയതി ഒന്ന് പോകണം. അവിടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ സിസ്റ്റത്തിൽ തന്നെയാണ്, കുത്തഴിഞ്ഞ സിസ്റ്റത്തിൽ തന്നെയാണ് ആശുപത്രി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അത് എല്ലാ ജില്ലാ ആശുപത്രികളുമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിപ്പോൾ ഈ എറണാകുളം ജില്ലയിൽ തന്നെ 8000-ഓളം കുട്ടികൾക്ക് കിട്ടാനുണ്ട്. അപ്പോൾ താലൂക്ക് ആശുപത്രികളിൽ മെഡിക്കൽ ബോർഡ് കൂടുവാൻ തന്നെ സാധിക്കാത്തൊരവസ്ഥയാണ്. UDID കാർഡ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഈ കുട്ടികൾക്കുള്ള ക്ഷേമ സഹായങ്ങളെല്ലാം നിലയ്ക്കും. ആ കാര്യത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബുധനാഴ്ച ക്യാബിനറ്റിലെ വ്യാഴാഴ്ച ക്യാബിനറ്റിന് ശേഷം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായി ഞങ്ങൾ ഇരുന്ന് ബന്ധപ്പെട്ടവരെയും വിളിച്ചിട്ടുണ്ട്. അന്നൊരു രൂപം ഉണ്ടാക്കും. ഈ വ്യാഴാഴ്ച ക്യാബിനറ്റ് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ കൂടുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ബിന്ദു മിനിസ്റ്റർ എൻ്റെ ചേംബറിൽ അവർ യോഗം വെച്ചിട്ടുണ്ട്. അല്ല, അത് മാത്രമല്ല, അതിൽ ഇപ്പോൾ നിങ്ങളുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയാൻ കാരണം, വിദേശ കമ്പനികൾ നമ്മുടെ പല പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലും അവരുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ട്. 60% അവർ ഷെയർ വാങ്ങിക്കഴിഞ്ഞു. അതെന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഞാനത് ഇവിടെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ സ്വകാര്യ ആശുപത്രികൾ അവരുടെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ.
അവരുടെ വരുമാനം ഒക്കെ നോക്കിയിട്ടാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു പ്രവണത ഈ വിദേശ കമ്പനിയുടെ ആധിപത്യം വന്നതോടുകൂടി അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, എന്നോട് ഡോക്ടർ തന്നെ പറഞ്ഞാണ് കാര്യം, ബന്ധപ്പെട്ട ഈ സ്വകാര്യ അതായത് വിദേശ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ചെന്ന് ഡോക്ടർമാരെ വിളിച്ച് നിങ്ങളൊരു ദിവസം എത്ര ഓപ്പറേഷൻ നടത്തുന്നുണ്ട്, ഇത്ര ഓപ്പറേഷൻ ഒരു ദിവസം നടത്തിയിരിക്കണം എന്നൊക്കെയുള്ള കർശന നിർദ്ദേശങ്ങൾ ഇപ്പോൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആശുപത്രികളെ പരമാവധി ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമം ഈ വൻകിട സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രികളെ ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ പർവ്വതീകരിക്കുന്നൊരു പ്രവണത ഉണ്ടായിട്ടുള്ളത്. അത് ഇവരുടെ ഒരു ഓപ്പറേഷനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ കൂടെ വിജിലൻ്റാണ്. കാരണം സർക്കാർ മേഖലയെ ബാധിക്കാതെ നോക്കേണ്ടത് ഞങ്ങളുടെ ചുമതല ആയതുകൊണ്ട് ഞങ്ങളൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഇത് വലിയൊരു ഭീഷണിയാണ്. ഇത് സ്വകാര്യ ചെറുകിട ആശുപത്രികളെ മാത്രമല്ല, സർക്കാർ ആശുപത്രികൾക്ക് പോലും ഭീഷണി ഉണ്ടാക്കുകയാണ്. അവരവരുടെ കാര്യം നോക്കിക്കോട്ടെ. ഇപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സ്വകാര്യ ആശുപത്രികളെയും കൂടെ സഹകരിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾ എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കി പകർച്ചപ്പനികളെ എങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ. അതിൽ സ്വകാര്യ ആശുപത്രികളുമുണ്ട്. അപ്പം അങ്ങനെ സഹകരിച്ചു പോരുന്നതിന് പകരം ഈ വിദേശ കമ്പനിയുടെ വരവ് മൊത്തത്തിൽ ആരോഗ്യരംഗത്തിൽ ഒരു പിടിമുറുക്കാനുള്ള ശ്രമമുണ്ട്. ഞങ്ങളിപ്പോൾ ആർക്കും എതിരൊന്നുമല്ല, പക്ഷേ ആരോഗ്യരംഗത്തിനെ സാധാരണക്കാർക്ക് നിഷേധിക്കുന്ന ഒരു കാര്യത്തിനും സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുവരെ പത്രക്കാരനോട് ചോദിച്ചു, ഇ ഡി ഈ രംഗത്ത് അന്വേഷണം നടത്തുന്നത് എന്താണ് അഭിപ്രായം. അപ്പോൾ ഇ ഡിനെ കുറിച്ച് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇ ഡി രാഷ്ട്രീയക്കാരുടെ വീടുകളിൽ കയറുന്നതിൽ രാഷ്ട്രീയം നോക്കിയാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഈ ആശുപത്രിയുടെ കാര്യത്തിൽ ഇ ഡി എന്താണോ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് അതനുസരിച്ച് ആക്ഷൻ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവയവ കച്ചവടം കാരണം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് അവയവ ദാനത്തിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾക്ക്, ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ജില്ലാതലങ്ങളിൽ. അതായത് ഒരാൾക്ക് കിഡ്നി ആവശ്യം വന്നു, ഇപ്പോൾ ഒരാൾ കിഡ്നി ദാനം ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അത് എന്ത് ഉദ്ദേശത്തിലാണ്, ഇത് അവയവ കച്ചവടമാണോ എന്നുള്ള ധാരണയിൽ ഈ കമ്മിറ്റി കുറേക്കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ബാധിക്കുന്ന രോഗിനെയാണ്. കാരണം കിഡ്നി ആവശ്യമുള്ള രോഗിക്ക് ഇത് കാത്തു കിടക്കാമെന്ന് നിവർത്തിയില്ലല്ലോ, ഏത് നേരം മരണം സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് കമ്മിറ്റിയോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളൊന്ന് കുറച്ചുകൂടെ ഉദാരമായിട്ട് അത് അവയവക്കച്ചവടമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുത്തുന്ന രീതിയിൽ, എന്നാൽ അതേസമയത്ത് കുറേ കൂടെ ലിബറലായി രോഗി മരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കണം. അതാണ് സർക്കാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഇത് അവയവ കച്ചവടത്തിനെ പറ്റി ഏത് റിപ്പോർട്ട് കിട്ടിയാലും അത് ഇ ഡി തന്നാലും ഞങ്ങൾ ശക്തമായിട്ട് നടപടി സ്വീകരിക്കും. അതിന് ഇ ഡിയുടെ റിപ്പോർട്ട് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ അഭിപ്രായം ഇതുവരെ ഞങ്ങൾക്ക് അറിയിച്ചിട്ടില്ല. ഞങ്ങൾ അറിയിച്ചാൽ നടപടിയെടുക്കും, അതാര് ചെയ്താലും. അല്ല, മുൻകാലങ്ങളിലും എല്ലാ കാലങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വന്നൊരു പ്രവണത എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വിദേശ കമ്പനിയുടെ വരവാണ് ഇതിൽ ഒരു ഗൗരവത്തെ. മറ്റേത് കഴിഞ്ഞ ഒരു വർഷം മുമ്പൊക്കെയാണ് ഈ കമ്പനി വന്നതിന് ശേഷമാണ് ഈ പ്രവണത ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. കമ്പനി വരുന്നതിന് മുമ്പ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി ഞങ്ങളോട് യുദ്ധത്തിന് വന്നിട്ടില്ല, ഞങ്ങളോടെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മേഖലയോട്. പക്ഷെ ഇപ്പോൾ ഈ കമ്പനിയുടെ വരവോട് കൂടിയിട്ടാണ് ഇതിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, കഴിഞ്ഞ ഗവൺമെൻറ്റുകളെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ അന്വേഷിക്കുന്നില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആവശ്യമില്ലാതെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയത് ഏത് സാഹചര്യത്തിലാണെന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതല്ലാതെ ആരെയും മനഃപൂർവ്വം കൊടുക്കാനോ, അപ്പോൾ മുൻ ഭരണകർത്താക്കളെയൊക്കെ ഞങ്ങളെ അകത്താക്കിയാൽ ഭാവിയിൽ വരുന്നവർ ഞങ്ങളെ അകത്താക്കില്ല. അങ്ങനത്തെ ഒരു സംസ്കാരം കേരളത്തിലില്ലല്ലോ. അത് ഒരു ഉത്തരേന്ത്യൻ സംസ്കാരമാണ്.